hello. Welcome you all to Entria Payam Kavya. അപ്പൊ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് എല്ലാവരും അപ്ലൈ ചെയ്തോ? കുറച്ചു പേര് ഞങ്ങളോട് പറഞ്ഞു അപ്ലൈ ചെയ്യാനായി സാധിക്കുന്നില്ല എന്ന്. അപ്പൊ നിങ്ങൾക്കറിയാം ഒരുപാട് വേക്കൻസീസ് വരുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കരിയർ സ്കോപ്പ് ഉള്ള ഒന്ന് തന്നെയാണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. 23 വരെ ഡേറ്റ് ഉണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിനു സാറൊക്കെ ഈ നമ്മുടെ ചാനലിൽ തന്നെ ഈ ഒരു EMRS കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി തന്നെ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം അത് കാണുക. അത് കഴിഞ്ഞ് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഈ വീഡിയോടൊപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. വെൽക്കം യു ആൾ വൺസ് അഗൈൻ. സോ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളില് EMRS എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റഡ് ടു ദിസ് പോർട്ടൽ. ഇതിന്റെ അകത്ത് നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു പോർട്ടലാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. അതിന്റെ അകത്ത് ആദ്യത്തെ, അതായത് നോട്ടീസ് റിഗാർഡിംഗ് ടയർ 1 എക്സാമിനേഷൻ, ഇവിടെ RRBയുടെ പരീക്ഷ ഇപ്പം റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. RRBയുടെ എക്സാമിനും ടയർ 1 എക്സാം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നടത്തുന്ന എല്ലാ എക്സാംസിനും എന്തുണ്ട്, ഒരു പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് ഉണ്ട്. അതേപോലെ ഇതിനും ഒരു പ്രിലിമിനറി എക്സാം വരുന്നുണ്ട്. അവിടെ ആദ്യത്തെ, അതായത് നോട്ടീസ് റിഗാർഡിംഗ് ടയർ 1 എക്സാമിനേഷൻ ആദ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അത് ആദ്യം നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും സിലബസ്, അതേപോലെ തന്നെ എന്നാണ് എക്സാം ഡേറ്റ് മുതലായ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എക്സാം 13th December 2025, 14th December 2025, 21st December 2025 കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. അടുത്തതിന് ഇതേ പോർട്ടലിൽ തന്നെ ESSE 2025 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അവിടെയാണ് നമ്മൾ ഇനി അടുത്ത പോസ്റ്റലേഷൻ ചെയ്ത് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ട വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ പോപ്പപ്പിന്റെ താഴെ ആപ്ലിക്കേഷൻ ലിങ്ക് ഫോർ ESSE 2025 എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. എല്ലാവരും കണ്ടോ? കണ്ടു അല്ലെ. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ 3 ഭാഗങ്ങളായാണ് കാണാൻ സാധിക്കുന്നത്. Steps to apply online. Register yourself for the above mentioned examination. Already registered candidates. അപ്പൊ ആദ്യത്തേല് സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈനില് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ നിന്നും നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായി ആവശ്യമായിട്ടുള്ളത്, അതിന്റെ ഡീറ്റെയിൽസ്, അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ വേണം, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, എക്സാമിനേഷൻ ഫീ പേ ചെയ്യുക, കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യുക, ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ കിട്ടും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആ കാര്യം ആദ്യം തന്നെ വ്യക്തമായി മനസ്സിലാക്കാം. മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അടുത്തത് രജിസ്റ്റർ യുവർസെൽഫ് ഫോർ ദ പോസ്റ്റ് എബവ് മെൻഷൻഡ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ഡയറക്റ്റഡ് ഓൺ ടു ദിസ് പേജ്. ഇതിന്റെ അകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ എക്സാമുമായി റിലേറ്റ് ചെയ്യുന്ന ഫീസിനെ കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇവിടെ കിട്ടും. അപ്പൊ പ്രിൻസിപ്പൽ ആണെങ്കിൽ ഇവിടെ SC/ST PWD ഫീമെയിൽ സെക്ഷനിൽ ബിലോങ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പ്രോസസിംഗ് ഫീ മാത്രമേ ഉള്ളൂ. പ്രിൻസിപ്പൽ ആണെങ്കിൽ 500, ടോട്ടൽ 500 ആണ് പ്രോസസിംഗ് ഫീ. PGT TGT ആണെങ്കിൽ 500 പ്രോസസിംഗ് ഫീ മാത്രമേ ഉള്ളത്. നോൺ ടീച്ചിങ് ആണെങ്കിൽ 500 തന്നെ പ്രോസസിംഗ് ഫീയും ടോട്ടൽ എമൗണ്ടും വരുന്നു. എന്നാൽ മെയിൽ കാൻഡിഡേറ്റ് ആണ്, അൺറിസർവ്ഡ് ആണ്, OBC ആണ് എങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ഇവിടെ അൺറിസർവ്ഡ് ഫീമെയിലിനും വരും കേട്ടോ. വരുന്ന ഫീസ് പ്രിൻസിപ്പൽ ആണെങ്കിൽ 2000 ആപ്ലിക്കേഷൻ, പ്രോസസിംഗ് ഫീ 500, മൊത്തം 2500 ആണ്. PGT TGT ആണെങ്കിൽ 1500, 500, 2000 ആണ് വരുന്നത്. നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ, ഇവിടെ ടീച്ചിങ് പോസ്റ്റുകൾ മാത്രമല്ല നോൺ ടീച്ചിങ് പോസ്റ്റിലേക്കും കൂടെ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. അവിടെ 1000, 500, 1500 ആണ് ഡീറ്റെയിൽ ഫീ ആയിട്ട്
വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് പോകുന്നു. ഇവിടെ നമുക്ക് പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ അതിന്റെ ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായി പറഞ്ഞു തരാം. ഇനി ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അഗെയിൻ ഇതില് ക്ലിക്ക് ചെയ്യുക. സോ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ് ടു ദ നെക്സ്റ്റ് പോർട്ടൽ. അവിടെ വളരെ വ്യക്തമായി നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം നമ്മൾ മാക്സിമം മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യാതിരിക്കുക. മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് വിൻഡോ ചിലപ്പോൾ നമുക്കറിയാം ഇതെല്ലാം വളരെ, അതായത് ആപ്ലിക്കേഷൻ അവസാനിക്കാൻ പോകുന്ന സമയമാകുമ്പോൾ ഏത് എക്സാമിനെ പോലെ തന്നെ ചിലപ്പോൾ ഇതും എന്താകാം, ഇതിന്റെ സൈറ്റ് ബിസി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് വീണ്ടും ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭിക്കാത്ത സാഹചര്യം വരാം. വളരെ വ്യക്തമായി കാൻഡിഡേറ്റ് നെയിം ഫില്ല് ചെയ്യുക, ഫാദറിന്റെ നെയിം, മദറിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഐഡന്റിറ്റി ടൈപ്പ്, അതായത് നിങ്ങൾ പാൻ കാർഡ് ആണോ ഉപയോഗിക്കുന്നത്, അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ. ഈ പുൾ ഡൗൺ മെനു നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. അതിന്റെ ഡാറ്റ ഇവിടെ വളരെ സ്പഷ്ടമായി തന്നെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അടുത്തത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൺഫേം ചെയ്യാനുള്ള പേജ് ആണ്. അവിടെ കാൻഡിഡേറ്റിന്റെ നെയിം കൺഫേം ചെയ്യുക. വീണ്ടും ഒന്നും കൂടെ നമ്മളെ കൊണ്ട് എൻ്റർ ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫാദറിന്റെ നെയിം, മദറിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജെൻഡർ മെയിൽ ഫീമെയിൽ അത് ഫില്ല് ചെയ്യുക. അടുത്ത സെഷൻ പ്രസന്റ് അഡ്രസ് ആണ്. ഹൗസ് നമ്പർ അല്ലെ ഫ്ലാറ്റ് നമ്പർ, നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ലൊക്കാലിറ്റി, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ് യാതൊരു മിസ്റ്റേക്കും കൂടാതെ തന്നെ ടൈപ്പ് ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ബേസിക്കലി ഇപ്പൊ RRBയുടെ എക്സാം കഴിഞ്ഞ് അതിന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അവര് എന്ത് ചോദിക്കുന്നുണ്ട്, നമ്മളുടെ ഇമെയിൽ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അത് ഇവിടെയും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അവിടെ സ്ക്രൂട്ടണിക്ക് വേണ്ടി വന്നപ്പം അല്ലെങ്കിൽ ചാലഞ്ചിങ്ങിന് വേണ്ടി വന്നപ്പോൾ നമുക്ക് മെസ്സേജ് വന്നു. ഇനിയിപ്പോ റിസൾട്ട് വരുമ്പോൾ മെസ്സേജ് വരും. അങ്ങനെ ഓരോ ഏരിയകളിലും നമുക്ക് എന്ത് വരിക ചെയ്യുന്നത്, ആപ്റ്റ് ആയിട്ട് മെസ്സേജ് ലഭിക്കാനാണ് ഈ ഫോൺ വഴിയും അതുപോലെ തന്നെ നമ്മളുടെ ഇമെയിൽ വെരിഫിക്കേഷനും അവർ ചെയ്യുന്നത്. ഈ എക്സാമിനും ഇമെയിൽ വെരിഫിക്കേഷൻ ഉണ്ട്. കൃത്യമായി തന്നെ ഇമെയിൽ അഡ്രസ്സ് എഴുതുക. കാരണം അതിലേക്ക് നമുക്ക് ഇത് വരും, അതായത് കൺഫർമേഷൻ വരും. വീണ്ടും ആ ഇമെയിൽ അഡ്രസ് കോപ്പി ചെയ്യാതെ ടൈപ്പ് ചെയ്യുക. കാരണം അപ്പൊ നമുക്ക് ഇറേഴ്സ് വന്നാൽ രണ്ടും മാച്ച് ആവാതെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫർമേഷൻ കിട്ടും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ 91 എന്നൊക്കെ ആണെങ്കിൽ അത് കൊടുത്തിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ ഒന്നുകൂടെ എൻ്റർ ചെയ്യുക. ഇനി സപ്പോസ് ലാൻഡ് ലൈൻ ഓപ്ഷൻ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നീഡ് നോട്ട് വെറി അബൌട്ട് ദാറ്റ്, ലാൻഡ് ലൈൻ നമ്പർ എൻ്റർ ചെയ്യണ്ട. അടുത്തത് പെർമനന്റ് അഡ്രസ്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് അടിച്ചാൽ നിങ്ങൾ മുമ്പ് എൻ്റർ ചെയ്തിട്ടുള്ളത് ആ പ്രസന്റ് അഡ്രസ് ഇല്ലേ, അത് തന്നെ ഇതിലേക്ക് കോപ്പി ചെയ്തു വരും. ഇനി അങ്ങനെയല്ലെങ്കിൽ പുതിയ അഡ്രസ് ടൈപ്പ് ചെയ്തും കൊടുക്കാം. അടുത്തത് പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒന്ന് 8 മുതൽ 13 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു അപ്പർ കേസ് ലെറ്റർ, അതായത് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും എന്നാണ്, എത്ര വേണമെങ്കിലും ആകാം. അതേപോലെ സ്മോൾ ലെറ്റർ ചുരുങ്ങിയത് ഒരെണ്ണെങ്കിലും വേണം. അതേപോലെ ചുരുങ്ങിയ ഒരു നമ്പർ എങ്കിലും വേണം. അതേപോലെ തന്നെ ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഒരെണ്ണം വെച്ചിട്ടെങ്കിലും ഒരു ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടറും വേണം. എന്തൊക്കെ വേണം? നമുക്ക് അപ്പർ കേസ്, സ്മോളർ കേസ്, പിന്നെ നമ്പർ ഡിജിറ്റ്, അതേപോലെ നമ്പർ വാല്യൂ, പിന്നെ എന്താ വേണ്ടത്, നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൂടി ഉള്ളതായിരിക്കണം നമ്മുടെ പാസ്വേഡ്. 8 മുതൽ 13 വരെ ആയിരിക്കണം ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ വളരെയധികം ഒറിജിനേറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും പാസ്വേഡ് സെറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. ആ പാസ്വേഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക തന്നെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയി എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിനെ ഓർമ്മിപ്പിക്കാനായിട്ട് സെക്യൂരിറ്റി ക്വസ്റ്റൻ ഉണ്ട്. ഒരു പുൾ ഡൗൺ മെനു ഇവിടെ അവൈലബിൾ ആണ്. ആ പുൾ ഡൗൺ മെനുവിൽ നിങ്ങൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതായത് വിച്ച് ഫ്ലവർ യു ലൈക്ക് മോസ്റ്റ്, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ്. ആൻസർ നമ്മൾ തന്നെ എഴുതി കൊടുക്കുക. അപ്പൊ നമ്മള് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ ആ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി യു ക്യാൻ എൻ്റർ ടു യുവർ ഏരിയ. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ക്യാപ്ച കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ഇപ്പൊ 94N791 ഞാൻ ഇവിടെ എൻ്റർ ചെയ്തു. അഗെയിൻ എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തല്ലോ, ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ഡയറക്റ്റഡ് ടു ദിസ് ഏരിയ. ഇവിടെ ഇങ്ങനെ കുറെ ചെക്ക് ലിസ്റ്റുകൾ കാണാം. എല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഐ അഗ്രീഡ്,
ഇനി നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഡാറ്റയിൽ എൻ്റർ ചെയ്തത് മിസ്റ്റേക്ക് വന്നു വിചാരിക്കാം, അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു വെരിഫൈ മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ഫോണിലേക്ക് ഒരു OTP വന്നല്ലോ, സോ വിച്ച് മീൻസ് നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്തായി കഴിഞ്ഞു, അവര് ഓക്കെ ആക്കി കഴിഞ്ഞു, വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇമെയിൽ ഐഡിയുടെ വെരിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബട്ടൺ കാണാം, വെരിഫൈ ഇമെയിൽ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഇമെയിലില് ഒരു നമ്പർ വന്ന് കിടക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ഐ കൺഫേം പറഞ്ഞു കൊടുക്കുക. സോ ദാറ്റ് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും എന്തായി കഴിഞ്ഞു, അത് രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇനി അടുത്ത പോർട്ടലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നെയിം, രജിസ്ട്രേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. ഇവിടെ കണ്ടോ, രജിസ്ട്രേഷൻ ഫോം കഴിഞ്ഞു, പക്ഷെ കാൻഡിഡേറ്റ് പ്രൊഫൈൽ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ വീണ്ടും നമ്മളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെയും ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി അത് വരും. അതിനുശേഷം കംപ്ലീറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. കംപ്ലീറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം കോണ്ടാക്ട് ഡീറ്റെയിൽസ്, കാരണം ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി അടുത്തത് എന്താ, പേഴ്സണൽ ഡീറ്റെയിൽസ് ഇൻകംപ്ലീറ്റ് ആ കൊടുത്തിട്ടില്ല, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തില്ല, പ്രൊഫൈൽ സബ്മിഷനും ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു പോർട്ടലിലേക്കാണ് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ നാഷണാലിറ്റി റെപ്രസെന്റ് ചെയ്യുക, നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ ഡൊമസൈൽഡ് ഏരിയ എവിടെയാണ്, കാറ്റഗറി എഴുതുക, നിങ്ങളുടെ കാറ്റഗറി കൺഫേം ചെയ്യുക. ഇങ്ങനെ മുതലായിട്ടുള്ള എക്സ് സർവീസ് മാൻ ആണോ, അതേപോലെ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് മുതലായിട്ടുള്ള മാരീഡ് ആണോ മുതലായിട്ടുള്ള മാരിറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾ എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും ഞാൻ ക്യാപ്ച ഇമേജ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ, ഈ ക്യാപ്ച നമ്പർ ഇവിടെ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റില് ക്ലിക്ക് ചെയ്യുക. നൗ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞു, പേഴ്സണൽ ഡീറ്റെയിൽസും കഴിഞ്ഞു. അടുത്തത് ഇനി വരുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സെഷൻ ആണ്. ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയി തന്നെ ഇരിക്കുക. അതിൽ അവർ കൃത്യമായി എത്ര സൈസ് ആണെന്ന് പറയുന്നുണ്ട്, ആ സൈസ് തന്നെ ബ്രൗസ് ചെയ്ത് വെക്കാം. എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം നിങ്ങൾ ഈ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും എല്ലാം തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ ഓൾറെഡി ഇട്ടിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണക്ഷൻ ലോസ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ ഫോട്ടോയും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ ഇട്ടിരിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് എടുക്കാനായിട്ട്. അടുത്തത് സിഗ്നേച്ചർ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ള പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സിഗ്നേച്ചർ മാർക്ക് ചെയ്യേണ്ടത്. അത് എപ്പോഴും നിങ്ങളൊന്ന് നോട്ടിഫൈ ചെയ്ത് വെക്കുക. അപ്പൊ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഏരിയയിലേക്ക് എത്തുന്നു. അവിടെ ഇതെല്ലാ കാര്യങ്ങളും വീണ്ടും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഐ അഗ്രിയിൽ ക്ലിക്ക് അടിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫൈനൽ പ്രൊഫൈൽ സബ്മിഷൻ ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കാൻഡിഡേറ്റ് പ്രൊഫൈലും കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ നെയിമും രജിസ്ട്രേഷൻ നമ്പറും ഉൾപ്പെടെ കാണാനായി സാധിക്കും. Now what's next എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്ലൈ നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈവൻ ആഫ്റ്റർ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ സ്റ്റേജസിലും നിങ്ങളുടെ എഡിറ്റ് പ്രൊഫൈൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതുവരെ എൻ്റർ ചെയ്ത എന്തെങ്കിലും ഡാറ്റയിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ എഡിറ്റ് പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അപ്ലൈ നൗവിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഓരോ പോസ്റ്റുകൾ വ്യക്തമായി കാണാം. അത് കണ്ടോ, അപ്ലൈ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സപ്പോസ് ഇതില് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ അപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ് ആണ്, ഫീ പേയ്മെന്റ് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ ഞാൻ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോമില് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങളുടെ നെയിമും അപ്ലിക്കേഷൻ നമ്പറും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ ടീച്ചിങ്ങും നോൺ ടീച്ചിങ്ങും അവൈലബിൾ ആണ് അല്ലെ. സോ ഇപ്പൊ സപ്പോസ് എനിക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ളതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിനും ഒക്കെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ താഴെ ആക്ച്വലി ഓരോന്നിലേക്കുമുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം 10th+2 ഗ്രാജുവേഷന്റെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്,
കൃത്യമായി തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യുക. ഹയർ എഡ്യൂക്കേഷൻ ആഡ് ചെയ്ത് ഈവൻ നിങ്ങൾക്ക് അതിലും കൂടുതൽ ഉണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാനുള്ള ഒരു പ്ലസ് ബട്ടൺ അവൈലബിൾ ആണ്. അഗെയിൻ ഐ അഗ്രിയിൽ ക്ലിക്ക് ചെയ്യുക. ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് കാണാം. അടുത്തത് ഫീ പേയ്മെന്റ്. ഓരോരുത്തരുടെയും ഫീ പേയ്മെന്റ് സ്ട്രാറ്റജി എത്രയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിനുശേഷം അടുത്തത് എന്താ, എക്സാമിനേഷൻ ഫീ പേ ചെയ്യുന്നതാണ്. അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയ കംപ്ലീറ്റഡ് ആയി. സോ ഈ വീഡിയോടൊപ്പം തന്നെ എല്ലാവരും ഫില്ല് ചെയ്യുക. ഇനി പൊതുവേ ഉള്ളൊരു ഡൗട്ടാണ് മാർക്കിന്റെ കാര്യത്തിൽ, അതായത് പെർസെന്റേജ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഇപ്പം സപ്പോസ് 5 പോയിന്റ് സ്കെയിലിൽ പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ CGPA പെർസെന്റേജിലേക്ക് എങ്ങനെ മാറ്റും എന്ന് ചോദിച്ചാൽ, സപ്പോസ് നിങ്ങൾക്ക് 4.3 ആണ് ഉള്ളതെങ്കിൽ അതിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 86% എന്ന് കിട്ടി അല്ലേ. ഏതാണോ നിങ്ങളുടെ, എത്രയാണോ നിങ്ങളുടെ CGPA അതിന് 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 പോയിന്റ് സ്കെയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, 10 പോയിന്റ് സ്കെയിലിന്റെ ഏരിയയിലാണ് നിങ്ങൾ നേടിയതെങ്കിൽ അവിടെ ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് 9.5 ആണ് കിട്ടിയതെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 9.5 എന്ന് പറയുന്ന ഈ നൊട്ടേഷനെ നമ്മൾ 0.5 9.5ൽ നിന്നും ആദ്യം റെഡ്യൂസ് ചെയ്യുക. എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ മാർക്ക്, അതിന് നിങ്ങൾ 9.5 അതായത് എത്രയാണോ CGPA അതിന് 0.5ൽ നിന്നും കുറയ്ക്കാം. ഇപ്പൊ 9 കിട്ടി, അതിനുശേഷം അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 90% ആണ് വരുന്നത്. ഇവിടെ ബേസിക് ആയിട്ട് കാലിക്കറ്റിലാണെങ്കിലും ക്യുസാറ്റിലാണെങ്കിലും MGയിലാണെങ്കിലും കേരളയിലാണെങ്കിലും ഒക്കെ ഈ പ്രോസസ് ആണ് അഡെയർ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട പ്രോസസ് എന്ന് പറയുന്നത്. ഒരുപാട് ബൾക്കായിട്ടുള്ള വേക്കൻസിയാണ് MRS ഉള്ളത്. സോ മാർക്ക് യുവർ കലണ്ടർ ടുഡേ ഇറ്റ്സെൽഫ്. എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഈ ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ് അല്ലെ. അപ്പൊ അത് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥപരമായിട്ട് നേരാണ്. എൻട്രിയിൽ ഓൾറെഡി തന്നെ കോഴ്സസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് മാർക്ക് യുവർ കലണ്ടർ, സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. എൻട്രിയുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. സോ ദാറ്റ് നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ. സീ യു സൂൺ.